ഇപ്പോ ടെമ്പററി അപ്നീഷ്യ വന്നിരിക്കുകയാണ്. ഒരു 3-4 കൊല്ലം മുമ്പ് നടന്ന സംഭവങ്ങളൊന്നും അവൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. ആ ഒരു അസുഖത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നൊരു ദിവസത്തേക്ക് മാത്രമേ അവൾക്ക് ഓർമ്മ കുറവ് ഉണ്ടാവുള്ളൂ. നാളെ ആവുമ്പോൾ അവളുടെ പഴയ ഓർമ്മകളെല്ലാം അവൾക്ക് തിരിച്ചു കിട്ടും. പക്ഷെ അവൾക്ക് അപ്നീഷ്യ വന്ന ആ ഒരു ദിവസത്തെ ഒന്നും തന്നെ അവൾക്ക് ലൈഫിൽ ഇനി ഓർത്തെടുക്കാനായിട്ട് സാധിക്കില്ല. അവളുടെ കമ്പനി വർക്ക് ചെയ്യുന്ന ദിനേശ് എന്ന് പറഞ്ഞ പയ്യൻ അവളെ വൺ സൈഡ് ആയിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അന്ന് ആശുപത്രിയിൽ അവളെ കൊണ്ടുവന്നാക്കിയത് ദിനേശ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും അവളുടെ ബോയ് ഫ്രണ്ട് ആണ് ദിനേശ് എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. എല്ലാവരും മീൻസ് മീര പോലും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത്. ദിനേശ് തന്റെ ബോയ് ഫ്രണ്ട് ആണെന്നുള്ള മട്ടില് ജപ്പാൻ മുഴുവൻ അവർ രണ്ടുപേരും കറങ്ങാനായിട്ട് തുടങ്ങാണ്. അങ്ങനെ പതിയെ പതിയെ ദിനേശിനോട് അവൾക്ക് ശരിക്കും ഇഷ്ടമാവുന്നുണ്ട്. ജപ്പാനിൽ പോയി അവളുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള സ്ഥലങ്ങളെല്ലാം കാണണമെന്നായിരുന്നു മീരയുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതിപ്പോ അവള് സാധിച്ചുകൊണ്ടിരിക്കുകയാണ്. മീരക്ക് സ്നോമിക്കോസിന്റെ കുറെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അവളിൽ ഇപ്പോൾ 6 സ്നോമിക്കോസ് ഉണ്ട്. അവളൊരു മെഷീനിൽ കോയിൻ ഇട്ട് എടുക്കുന്ന സമയത്ത് ഒരു സ്നോമിക്കോ കിട്ടുമ്പോൾ വല്ലാതെ സന്തോഷിക്കുന്നുണ്ട്. അപ്പൊ ദിനേശ് ആണ് അവളോട് പറയുന്നത് അവളുടെ കളക്ഷനിലുള്ള ഒരു സ്നോമിക്കോ തന്നെയാണ് അത്. ഷെഫ് സ്നോമിക്കോ ആണ് ഇനി അവൾക്ക് കിട്ടാനുള്ളത് എന്നൊക്കെ. അതുപോലെ അവൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. മീരയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ടുള്ള ജപ്പാനിലെ ആ ഒരു സ്നോ ഫെസ്റ്റിവൽ കാണാൻ അവർ ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പോകുന്ന നേരത്തെ ട്രെയിൻ ടിക്കറ്റ് ഇപ്പൊ അവിടേക്ക് ഇല്ല എന്ന് അവർ പറയാണ്. ദിനേശ് ഒരുപാട് കെഞ്ചി നോക്കുന്നുണ്ടെങ്കിൽ അവനക്ക് ടിക്കറ്റ് കിട്ടുന്നില്ല. ആ സമയത്ത് ദിനേശിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അവൾ ഒരു കപ്പ് കേക്ക് എടുത്തുകൊണ്ട് വന്ന് കാൻഡിൽ ഊതി ഒരു വിഷ് ആലോചിക്കാനായിട്ട് പറയുന്നുണ്ട്. അവനും വിഷ് ആലോചിക്കുകയാണ്. ഇന്നേ വരെ അവളെ ദിനേശ് പ്രപ്പോസ് ചെയ്തത് അവൾക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് തന്നെ ഒന്നുകൂടി ദിനേശിനോട് അവൾ പ്രപ്പോസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അവന്റെ ആ ഒരു പ്രപ്പോസൽ അവൾ ശരിക്കും വീണ് പോവാണ്. സ്നോ ഫെസ്റ്റിവൽ നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്കുള്ള ട്രെയിൻ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് അനൗൺസ് ചെയ്തതും ഇവർ രണ്ടുപേരും ടിക്കറ്റ് എടുക്കാനായി പോകുന്നുണ്ട്. ആക്ച്വലി ദിനേശ് അത് തന്നെ ആയിരുന്നു കാൻഡിൽ ഊതുന്ന സമയത്ത് വിഷ് ചെയ്തിരുന്നത്. ഇപ്പൊ ദിനേശിനെ മീരക്ക് അത്രത്തോളം ഇഷ്ടമാവുന്നുണ്ട്. ആ ഒരു സ്നോ ഫെസ്റ്റിവൽ അവർ രണ്ടുപേരും കൂടി ഭയങ്കര സന്തോഷത്തോടു കൂടി എൻജോയ് ചെയ്ത് കാണാനായിട്ട് തുടങ്ങാണ്. അവൾക്ക് ആ ഒരു മെഷീനിൽ നിന്ന് അവളുടെ ലാസ്റ്റത്തെ കളക്ഷനിൽ ആവേണ്ട ആ ഒരു സ്നോമിക്കോ കൂടി കിട്ടുന്നുണ്ട്. അവൾ അതിന്റെ സന്തോഷത്തിൽ ദിനേശിനെ കെട്ടിപ്പിടിച്ച് എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാണ്. ദിനേശ് ആ സമയം എനിക്കും ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാണ് അവൾ കെട്ടിപ്പിടിച്ചത്. അന്ന് അവർക്ക് ഉണ്ടായ മെമ്മറീസ് എല്ലാതും മീരയുടെ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് അവർ റൂമിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. മീരക്ക് ഇപ്പോൾ ദിനേശിനോട് കൂടുതൽ അറ്റാച്ച്മെന്റ് വന്നതുകൊണ്ട് തന്നെ അവൾ അവനെ കിസ് ചെയ്യാനായിട്ട് പോകുമ്പോൾ അവൻ വേഗം അവളെ അകറ്റി നിർത്താൻ. എന്നിട്ട് അവളോട് സത്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ശരിക്കും ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് അല്ല, നിന്റെ കമ്പനിയിൽ ഐ.ടിയിൽ ജോലി ചെയ്യുന്ന ആളാണ് ഞാനെന്നും നീ സ്നേഹിച്ചിരുന്നത് നകുൽ എന്ന് പറഞ്ഞ നമ്മുടെ ബോസിനെ ആണെന്നല്ല. ഇത് കേട്ട അവൾക്ക് വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. ദിനേശിന്റെ മുഖത്ത് കിട്ടവളൊന്ന് കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാനായിട്ട് പറയാണ്. ഇപ്പൊ തന്റെ ബോയ് ഫ്രണ്ട് ആരാണെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി അവൾ അവളുടെ ഫോൺ എടുത്ത് നകുൽ എന്ന് പറഞ്ഞ ഒരു കോൺടാക്ട് സെർച്ച് ചെയ്യുമ്പോൾ നകുലിന്റെ ഫോട്ടോ അവൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു നമ്പറിലേക്ക് അവൾ വിളിക്കുന്നുണ്ട്. നകുൽ ആ സമയം അവന്റെ ഭാര്യയുടെ കൂടെ ഇരിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ മീരയോട് അവൻ വല്ലാതെ ദേഷ്യപ്പെടാണ്. എന്നോട് ആരാ ഇപ്പൊ ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞേ? ഞാൻ എന്റെ ഭാര്യയുടെ കൂടെയാണ്, മര്യാദക്ക് ഫോൺ വെച്ചിട്ട് പോകാനായിട്ട് പറയാണ്. മീരക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഒരു ഭാര്യയുള്ള ആളെയാണോ താൻ സ്നേഹിക്കുന്നത്? എന്താണ് ഞങ്ങൾക്ക് തമ്മിലുള്ള പ്രശ്നം? ഒന്നും അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. വിൻഡോയിലൂടെ പുറത്തു നോക്കുന്ന സമയത്ത് ദിനേശ് അവിടെ ഇരിക്കുന്നത് അവൾ കാണുന്നുണ്ട്. ദിനേശ് ഒരിക്കലും തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കിയിട്ടില്ല എന്ന് അവള് ഓർത്തെടുക്കുന്നുണ്ട്. ദിനേശിനോട് സംസാരിക്കാനായി അവൾ താഴേക്ക് പോവാണ്. നകുലിനെ കുറിച്ച് അവൾ ചോദിച്ചറിയുന്നുണ്ട്. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ ഈ ഒരു മൂവിയുടെ ഫുൾ എക്സ്പ്ലനേഷൻ കാണാൻ താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.